ഗൈസ് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഒരു വീഡിയോ ചെയ്തത് ആരായിരിക്കും ഐ ലീഗിലെ ഫേവറേറ്റ്സ് എന്നൊക്കെയുള്ള തരത്തിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ് സോണി നെറ്റ്വർക്ക് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു മത്സരങ്ങളൊക്കെ കാണാൻ സാധിക്കുക എന്നുള്ളത്. അതിന് ശേഷം മണിക്കൂറുകൾക്കിപ്പുറമാണ് കാര്യങ്ങളൊക്കെ തകിടം മറിയുന്ന രീതിയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ ആപ്ലിക്കേഷൻ വഴി ഇതിൻ്റെ ഒരു സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ. അപ്പം സോണി ഇപ്പോൾ ഈ ചിത്രത്തിലേ ഇല്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പം സ്രാച്ചി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബംഗാളി ബേസ് ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. സോ അവർ മുമ്പും ഇപ്പോൾ FSDL വരെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നൊരു ഗ്രൂപ്പാണ് എന്നുള്ള കാര്യങ്ങൾ, അതായത് മാർക്കറ്റിംഗ് സൈഡ് ഒക്കെ ഉള്ള രീതിയിൽ വരുമെന്നുള്ള വാർത്തകൾ വന്നതാണ്. സോ അവരുടെ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം കംപ്ലീറ്റ്ലി ഇന്ത്യൻ ഫുട്ബോൾ ഒരു ബംഗാളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്കാണോ പോകുന്നത്? ലൈക്ക് 60s എന്നുള്ള തരത്തിലാണ് ചിന്തിക്കേണ്ടത്. കാരണം ഒരു ബംഗാളിൽ നിന്നുള്ള പ്രസിഡന്റ് വരുന്നു, അതിനുശേഷം ഇതാ നാഷണൽ ടീമിൻ്റെയൊക്കെ ഏജ് ഗ്രൂപ്പിലൊക്കെ ബംഗാൾ സൈഡിൽ ബാക്ക്ഗ്രൗണ്ടിനുള്ള കോച്ചസ് വരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു മാർക്കറ്റിംഗ് സൈഡിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം സ്ട്രീമിംഗ് പാർട്ട്ണർ, ഇങ്ങനെയൊക്കെ തരത്തിലും ഇതെല്ലാം കംപ്ലീറ്റ്ലി ബംഗാളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പം ഒരു സ്റ്റേറ്റ് സ്നേഹമൊന്നും ആയിരിക്കത്തില്ല, പണം കിട്ടണം, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം, ഇന്ത്യൻ ഫുട്ബോൾ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. എന്താണെങ്കിലും ഐ ലീഗ് ക്ലബ്സൊക്കെ ഈ ഒരു കാര്യത്തിൽ അൺഹാപ്പിയാണ്. കാരണം അവർ വലിയ പ്രതീക്ഷയിലാണ്ടിരുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് 6+2 ക്യാമറാസ്, അതും HD ക്വാളിറ്റിയിൽ സോണി നെറ്റ്വർക്ക് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ മത്സരങ്ങൾ, ഐ ലീഗ് മത്സരങ്ങൾ ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ വന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മലക്കം പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഐ ലീഗിലേക്ക് ക്ലബ്സ്, ഐ ലീഗ് ഓർ ISL ഏത് ഒരു ലെവലിലാണെങ്കിലും നമുക്കറിയാം പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പം പ്രത്യേകിച്ച് ഐ ലീഗിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു പ്യുവർ പാഷൻ്റെ പുറത്താണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ വിസിബിലിറ്റി ഇല്ല, ഒരു റിട്ടേണും കിട്ടുന്നില്ല എന്ന് ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുക? ഇറ്റ്സ് റിയലി ഫ്രസ്ട്രേറ്റിംഗ്. ഡൽഹി FC ഓണറായിട്ടുള്ള രഞ്ജിത്ത് ബജാജ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ ലീഗ് ക്ലബ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രസ് കോൺഫറൻസ് ഇന്ന് വൈകിട്ട് ഒക്കെ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ. അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണി നെറ്റ്വർക്ക് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് എ ഫെയർ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എത്ര നാൾ ഒരു വർക്കും എടുക്കാതെ ഈ ഫെഡറേഷൻ പണം ഉണ്ടാക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ അതിൽ എഫേർട്ട് ഇടുന്ന, വർക്ക് ചെയ്യുന്ന ഐ ലീഗ് ക്ലബ്സിനൊക്കെ എന്നും നിരാശ മാത്രമാണ്, നോ റിട്ടേൺസ് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പം വാർത്തകളൊക്കെ വന്നിരുന്നു ഐ ലീഗ് ക്ലബ്സൊക്കെ ഒരു ബോയ്ക്കോട്ട് തരത്തിലേക്കൊക്കെ പോകുമെന്നുള്ളത്. അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കറിയാത്തൊരു കാര്യമാണ്, വേർ ഈസ് ദി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ? അവർ ഫണ്ടിങ് ഒക്കെ ചെയ്യുന്നതല്ലേ, അവർക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ലേ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് മിനിസ്ട്രി എന്താണ് ഒരു അറിവില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിലൊക്കെ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിധി ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ല. എന്താണെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ഒരു ഡാർക്ക് സ്റ്റേജിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സംശയം പറയാൻ സാധിക്കും. അതിനെ ഏറ്റവും മോശമായിട്ടുള്ള തരത്തിലേക്കും പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കല്യാൺ ജോബയുടെ നേതൃത്വത്തിലുള്ള ഫെഡറേഷൻ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. കണീഷൻ സൈനിക.